കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജി എസ് ടിയെ കുറിച്ച് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ തന്നത്. ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ എടുത്താലേ ആ ലോയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നിയമം പാസ്സാക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയറുകൾ എന്താണ്, അതിന് ആരെവിടെ നിന്നാണ് കിട്ടുന്നത്, റൂൾസ് പാസ്സാക്കുന്ന ആരാണ്, അതിനുള്ള അധികാരം എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇതെല്ലാം നമ്മൾ ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ അതിലെല്ലാം പറഞ്ഞു തരും. ഇന്നിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ആക്റ്റും റൂൾസും സെക്ഷൻ ആൻഡ് റൂൾ വൈസ് പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് ആണിപ്പോൾ പറയാൻ പോകുന്നത്. CGST ആക്റ്റിൽ കുറച്ച് സെക്ഷൻസ് കണക്ട് ചെയ്ത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് മാത്രം പറയാം. ഇപ്പോൾ CGST ആക്റ്റിൽ സെക്ഷൻ 31 പറഞ്ഞിരിക്കുന്നത് ഒരു ടാക്സബിൾ പേഴ്സൺ, അതായത് ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുള്ള കച്ചവടക്കാരൻ ടാക്സബിൾ സപ്ലൈ നടത്തുമ്പോൾ ആ സാധനം എടുത്തു കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് നിർബന്ധമായും ഒരു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം എന്നാണ് സെക്ഷൻ 31 സബ്സെക്ഷൻ 1 പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്നാൽ 200 രൂപയിൽ താഴെ വിലയുള്ളൂ എങ്കിൽ ടാക്സ് ഇൻവോയ്സ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സെക്ഷൻ 132 സബ്സെക്ഷൻ 1 ക്ലോസ് A, B, C ഈ 3 ക്ലോസുകളിൽ പറഞ്ഞിരിക്കുന്ന ഒഫൻസാണ്. 132 എന്ന് പറയുന്നത് പണിഷബിൾ ഒഫൻസാണ്. അങ്ങനെ ടാക്സ് ഇവേഷൻ നടത്തിയാൽ അത് 132 സെക്ഷൻ 132 തന്നെ സബ്സെക്ഷൻ 1 ക്ലോസ് 1, 2 ഇതും പ്രകാരം 2 കോടിയിലധികം ഇവേഷൻ നടത്തിയാൽ അത് സെക്ഷൻ 132 തന്നെ സബ്സെക്ഷൻ 5 പറയുന്നതും പ്രകാരം കോഗ്നിസിബിൾ ഒഫൻസാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്ത, മനഃപൂർവ്വം ചെയ്തതാണെങ്കിൽ ഇയാളെ സെക്ഷൻ 69 പ്രകാരം ഇയാളെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്താൽ പിന്നീട് ഈ GST നിയമം വിട്ടുപോവുകയാണ്. അവിടെ നേരത്തെ പറഞ്ഞിരുന്നത് CRPC ആണ്, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, പിന്നെ IPC, ഇതാണ് വരിക. ഇപ്പോൾ അത് മാറിയല്ലോ. CRPCക്ക് പകരം BNSS ആയി, ഭാരതീയ നാഗരിക സുരക്ഷാ സംവിധാനം. അതുപോലെ IPC മാറിയിട്ട് BNS ആയി, ഭാരതീയ ന്യായ സംഹിത. ഓക്കെ, അതിലേക്ക് അങ്ങ് പോവുകയാണ്. പിന്നെ എവിഡൻസ് കൂടാണ്ട് BSA, ഭാരതീയ സാക്ഷ്യ അധിനിയം. ഇങ്ങനെ 3 നിയമങ്ങൾ ഇപ്പോൾ മാറി വന്നതാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിയമത്തിൽ നിന്ന് അങ്ങ് വിട്ടുപോവുകയാണ്. ഞാൻ ഈ പറഞ്ഞ 3 ക്രിമിനൽ നിയമങ്ങളിലേക്ക് പോകും. എന്നാൽ 132 തന്നെ സബ്സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്നത് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ അത് ബെയിലബിളാണ്, ജാമ്യം കിട്ടും. മറ്റേതിന് ജാമ്യം ഇല്ല കേട്ടോ, നോൺ ബെയിലബിൾ. ഓക്കെ, എന്നാൽ ഇവേഡ് ചെയ്ത ടാക്സ്, ഇപ്പോൾ അറിയാതെ ചെയ്ത കുറ്റമാണെങ്കിൽ സെക്ഷൻ 73 പ്രകാരം നോർമൽ പെനാൽറ്റി ഉള്ളൂ. 10% ഓഫ് ദി ടാക്സ് ഇവേഡഡ് ഓർ ഇൻറ്റൻഡഡ് ടു ബി ഇവേഡഡ് പ്ലസ് ഇൻട്രസ്റ്റ് ആസ് പെർ സെക്ഷൻ 50 ഉണ്ടായിരുന്നു. സെക്ഷൻ 50 സബ്സെക്ഷൻ 3 പ്രകാരം 24% പീനൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ 2022 ആയപ്പോഴേക്കും സെക്ഷൻ 128A പ്രകാരം ആ പീനൽ ഇൻട്രസ്റ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ സെക്ഷൻ 74 പ്രകാരം ഈക്വൽ എമൗണ്ടാണ് പെനാൽറ്റി. ഈക്വൽ എമൗണ്ട് പെനാൽറ്റി അടയ്ക്കേണ്ടതാണ്. എന്നാൽ
ഇയാൾ ഇവേഷൻ നടത്തിയിട്ട് വോളണ്ടറി ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ സെക്ഷൻ 74 സബ്സെക്ഷൻ 5 പ്രകാരം 15% പെനാൽറ്റി അടച്ചാൽ ബാക്കി 85% വേവ് ചെയ്യും. സെക്ഷൻ 74 സബ്സെക്ഷൻ 8 പ്രകാരം നോട്ടീസ് അയച്ച് വിത്തിൻ 30 days ഇയാൾ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ പെനാൽറ്റി 25% അടച്ചാൽ മതി, ബാക്കി 75% വേവ് ചെയ്യും. എന്നാൽ നോട്ടീസ് അയച്ച് വിത്തിൻ 5 years ആണെങ്കിൽ സെക്ഷൻ 74 സബ്സെക്ഷൻ 10 പ്രകാരം ഇയാൾ 50% പെനാൽറ്റി അടച്ചാൽ ബാക്കി 50% വേവ് ചെയ്യും. എന്നാൽ സെക്ഷൻ 73 നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ ഇവേഡ് ചെയ്ത എമൗണ്ട് ഓഫ് ടാക്സ് ബിലോ 5,000 ആണെങ്കിൽ അതിനെ മൈനർ ബ്രീച്ച് എന്നാണ് പറയുക. അപ്പോൾ 73 പോകണമെന്നില്ല, 126 പോകും. സെക്ഷൻ 126 പ്രകാരം ഇയാൾ ഒരു പൈസയും പെനാൽറ്റി അടയ്ക്കണ്ട. ഇത്തരത്തിൽ നമ്മൾ ഓരോ സെക്ഷനെയും കണക്ട് ചെയ്ത് അതിൻ്റെ റൂൾസൂടെ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. ഇപ്പോൾ സെക്ഷൻ 22 പറഞ്ഞിരിക്കുന്നു 10 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവറുള്ള കച്ചവടക്കാരൻ 20 lakhs അബൌട്ട് ടേൺ ഓവർ ഉള്ളവർ നിർബന്ധമായും ഈ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. 24 പറഞ്ഞിരിക്കുന്നത് കമ്പൽസറി രജിസ്റ്റർ, ചില തരം കച്ചവടക്കാർ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. സെക്ഷൻ 25 പറഞ്ഞിരിക്കുന്നത് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷനാണ്. അങ്ങനെ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ആക്ടിൽ തന്നെ അങ്ങ് വിട്ടുപോവുകയാണ്. റൂൾ 8 തൊട്ട് 25A വരെയുള്ള റൂൾസിലാണ് GST രജിസ്ട്രേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് ഏത് ഫോമിലാണ്, അത് ആ റൂൾ വായിക്കുമ്പോൾ ഉണ്ടാകും. GST REG 01 എന്നൊരു ഫോമുണ്ട്. ആ ഫോമിലാണ് GST രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അത് ഓൺലൈനാണ്. GSTN എന്ന കോമൺ പോർട്ടൽ വഴിയാണ് നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ ഫോം GST REG 01 എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കാണും സി റൂൾ ഇത്ര എന്ന് പറഞ്ഞാണ്. എന്നിട്ട് ആ റൂൾ വായിക്കുമ്പോൾ അതിനകത്ത് പറയും ആസ് പെർ സെക്ഷൻ ഇത്ര എന്ന് പറയും. ഇവിടെ ഇപ്പോൾ രജിസ്ട്രേഷൻ ആണെങ്കിൽ ആസ് പെർ സബ് സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 25 എന്നായിരിക്കും പറയുക. അപ്പോൾ ഒരു ആക്റ്റിൽ സെക്ഷൻ ഉണ്ടാവും, സബ് സെക്ഷൻ ഉണ്ടാവും, ക്ലോസ് ഉണ്ടാവും. അതിൽ റൂൾസിൽ റൂൾ ഉണ്ടാകും, സബ് റൂൾ ഉണ്ടാകും, ക്ലോസ് ഉണ്ടാകും. ഇതൊക്കെ എഴുതിയേക്കുന്ന ഏതാണ് സെക്ഷൻ, ഏതാണ് സബ് സെക്ഷൻ, ഏതാണ് ക്ലോസ് ഒന്നും ആർക്കും അറിയില്ല. അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ ഐഡൻറ്റിഫൈ, എങ്ങനെ മനസ്സിലാക്കാം? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ സെക്ഷൻ 1 തൊട്ട് 174 സെക്ഷൻസ് വരെയും അതിൻ്റെ റൂൾസും അതിൻ്റെ ഫോംസും കൂടാതെ ഷെഡ്യൂൾസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് വരിക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. നമ്മളിവിടെ ക്ലാസ് പഠിക്കുന്ന ബെയർ ആക്റ്റും റൂൾസും ഒറിജിനൽ ബെയർ ആക്റ്റും റൂൾസും വെച്ചിട്ടാണ്. അപ്പോൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമം അതേപോലെ പ്രിൻ്റ് ചെയ്തിരുന്നതാണ് ബെയർ ആക്റ്റ് എന്ന് പറയുന്നത്. അതിനൊന്നും ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിക്കുമ്പോൾ, കോളേജ് തലത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് രൂപത്തിലാണ് തരുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ആക്റ്റ് റെഫർ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല. വർഷങ്ങളോളം ഏതെങ്കിലും പ്രാക്ടീസിങ് ലോയറുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് പോയി, ജൂനിയർ ലോയറായിട്ട് പോയി പഠിക്കാനേ സാധിക്കുള്ളൂ. അതും ഒറിജിനലി പഠിക്കാൻ അവസരം കിട്ടുന്നില്ല. കുറേശ്ശെ കാര്യങ്ങൾ മാത്രമേ പഠിക്കൂ. അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ലോ എങ്ങനെ പഠിക്കണം, എഴുതിയേക്കുന്ന സെക്ഷനാണോ, സബ് സെക്ഷനാണോ, ക്ലോസ് ആണോ, റൂളാണോ, സബ് റൂളാണോ, ക്ലോസ് ആണോ തുടങ്ങിയതെല്ലാം ഇതിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്ന് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു ലോ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ടാകും. ആക്റ്റ് ഉണ്ട്, റൂൾസ് ഉണ്ട്, ഫോംസ് ഉണ്ട്, ഷെഡ്യൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്, അപ്പൻഡിക്സ് ഉണ്ട്, അനക്സർ ഉണ്ട്, ലോജിക്സ്, സർക്കംസ്റ്റാൻസസ്, എവിഡൻസ്.
ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് ലോ പഠനമാകുന്നത്. ഇത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നമ്പർ ഒന്നുകൂടെ പറയാം. 9387498440. ഓക്കെ. നമുക്ക് എൻ്റെ പേര് ഓമനക്കുട്ടൻ എന്നാണ്. നമ്മുടെ സ്ഥാപനമുണ്ട്, ടാക്സ് സ്റ്റഡി സെൻറ്റർ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. ഇതിനെക്കുറിച്ച് വർഷങ്ങളോളം റിസർച്ച് ചെയ്തതിനു വേണ്ടി സിലബസ് ഉണ്ടാക്കി കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ടാക്സ് സ്റ്റഡി സെൻറ്റർ. ഓക്കെ. നിങ്ങൾക്ക് LLB ഒക്കെ കഴിഞ്ഞിട്ട് LLM ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് GSTയുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ നിങ്ങൾക്ക് കേസ് എടുക്കാനുള്ള ഒരു അവസരം കിട്ടും. അത് വളരെ ഭംഗിയായിട്ട് പഠിക്കാനൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ കോഴ്സിലൂടെ കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ഓക്കെ.